ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബൈക്കിൻ്റെ ചെയിൻ സെറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇവിടുത്തെ എഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ചെയിനിൻ്റെ ഒരു പാർട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് സ്ക്രൂവും കൂടെ നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് ഊരിയെടുക്കാനായിട്ടുണ്ട്. അപ്പോഴത് ഊരിയെടുക്കാം. അത്യാവശ്യം ഇതിലൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് ക്ലീൻ ചെയ്യാണ്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പാർട്ട് നമ്മൾ ഊരിയെടുത്തത്. എന്നിട്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിന് ക്ലീൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. കാര്യം പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാരണവശാലും നമ്മൾ ഈ ചെയിൻ സെറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓണാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് വണ്ടിയെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ടയറിനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. അത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. കാര്യം ഇതിൻ്റെ നമ്മൾ തുണി വെച്ച് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഇടയിൽ തുണി പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാനുവലായി തന്നെ ടയറിനെ കറക്കി ചെയ്യുന്നതാണ് സേഫ്. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ട്, പരമാവധി ഈ ഒരു മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യൽ നടത്തുക. കാര്യം തിരിച്ച് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുണിയൊക്കെ വെച്ച് പിടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ പല്ലിലായിട്ട് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ച് പോകും. നമ്മളിപ്പോൾ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഇടയിൽ കുരുങ്ങി അങ്ങോട്ട് വലിക്കാനുള്ള തുണിയെ അങ്ങോട്ട് വലിക്കാൻ ബാക്കിലേക്ക് വലിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ ക്ലീനിങ് നടത്തുന്നതാണ് ഉചിതം. അത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊരു കോംപ്രമൈസും ചെയ്തതിൽ ഓണാക്കിയിട്ട് നമുക്ക് ഇപ്പം കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും മാനുവലായിട്ട് ചെയ്യുമ്പം. പക്ഷേ നമ്മൾ ഓണാക്കി എന്തെങ്കിലും ആക്സിഡൻ്റലായിട്ട് എന്തെങ്കിലും നമുക്കൊരു പരുക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആശുപത്രി പോകുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന സമയവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതാണ് സേഫ്. രണ്ട്, നമ്മളിപ്പം മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടയറിലൊക്കെ വീഴുന്ന ടയറിനെ ഒന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോഴതൊന്ന് മാനേജ് ചെയ്തുകൊണ്ടാൽ മതി. കാര്യം നമ്മൾ ഇതും വെച്ചിട്ട് പേപ്പറും വെച്ചിട്ട് ടയർ കറക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പിടിക്കുക. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് വേറെ ഒന്നും വേണ്ട. ഈ ചെയിനിലേക്ക് നമ്മൾ മണ്ണെണ്ണ സ്പ്രേ, നമ്മൾ കാലിക്കുപ്പി, നമ്മൾ ചില സ്പ്രേയർ മാതിരിയിട്ടൊക്കെയുള്ള ഇങ്ങനെയുള്ള സ്പ്രേയർ മാതിരിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ബോട്ടിൽ ഒഴിയുമ്പോൾ അതിൽ കുറച്ച് മണ്ണെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ആദ്യം കുറച്ച് നമുക്ക് അടിച്ചു വിടാം. അപ്പോൾ ഇതിലുള്ള കീലൊക്കെ ഒന്ന് അലിഞ്ഞു വരും. അപ്പോൾ കുറേ സമയമായിട്ട് മണ്ണെണ്ണ ഒക്കെ ഇട്ട് ശരിയാക്കിയിട്ട് ഇനി ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ഈ ഭാഗമൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അവിടെ ഈ മണ്ണൊക്കെ ഒന്ന് പിടിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് അത്യാവശ്യം പെട്ടെന്ന് ഇളവി ഇങ്ങനെ പോയി. അപ്പോൾ ഇത് നിർത്തി അങ്ങ് ചെയ്താണ്. നമ്മൾ വളരെ സാവധാനം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അപകടമൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുറച്ച് സമയം
എന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, വൺസ് ഇൻ എ വൈലാണല്ലോ, വല്ലപ്പോഴും ഒക്കെ ആണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സമയം ചിലവഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടവുമില്ല. അത്തരത്തിൽ സമയം ചിലവഴിക്കാൻ ഉള്ളപ്പോഴിത് ചെയ്യുന്നതാണ് ഉചിതം. അപ്പോഴത് നമ്മൾ ആ സമയം എടുത്ത് ചെയ്യുക. ഇനി ഈ എൻജിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ഭാഗത്തോട് വരുന്ന ഈ ഭാഗത്ത് കുറേ ഹീലിങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ വെച്ചതിൻ്റെ കാര്യം എന്തെന്നാണ്. അല്ലെങ്കിൽ ഈ ഇപ്പോൾ കിടക്കുന്ന മണ്ണെണ്ണ എല്ലാം തന്നെ ടയറിൽ പിടിക്കുമായിരുന്നു. ഒരു റൗണ്ട് നമ്മളിപ്പം ചെയ്ത് ഇനി മണ്ണെണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ക്യാമറയും കൂടെ മാനേജ് ചെയ്യണോണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. അല്ല, നമ്മളിപ്പോൾ രണ്ട് കൈയും ഫ്രീ ആവുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്ക് ടയർ കറക്കുകയും മറ്റേ കൈ കൊണ്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗത്തൂടെ ഈ മണ്ണെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് അത് കംപ്ലീറ്റ് കീലും കളയട്ടെ. അപ്പോൾ നമുക്ക് ഒരുവിധം കീലൊക്കെ നമ്മൾ മണ്ണെണ്ണയും ബ്രഷും ഒക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് തുടയ്ക്കണ സമയമാണ്. തുടയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ തുടയ്ക്കുന്നതാണ് ഏറ്റവും സേഫ്. വണ്ടി ഒരു കാരണവശാലും ഓണാക്കിയിട്ട് തുണി വെച്ച് പിടിക്കാൻ നിൽക്കരുത്. ഈ ഇതിലോട്ട് അങ്ങ് ഇങ്ങനെ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവാം. എൻ്റെ സുഹൃത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൻ്റെ കുറച്ച് ഭാഗം ചതഞ്ഞ് അറ്റുപോകുന്നൊരവസ്ഥ വന്നു. പിന്നെ അദ്ദേഹം സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. ഒരാഴ്ചയോളം ആശുപത്രി കിടന്നു. അങ്ങനെയൊക്കെ ചുമ്മാ നമ്മൾ സമയം ആ രീതിയിൽ കളയുന്നതിനേക്കാളും നല്ലത് ഒരു അരമണിക്കൂർ കൂടുതൽ ഇതിരുന്ന് വൃത്തിയാക്കി മാറുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് സമയം ഉള്ളപ്പം മാത്രം, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സമയം ഉള്ളപ്പം മാത്രം ഈ പണിക്ക് നമ്മൾ ഇറങ്ങുന്നതാണ് നല്ലത്. ഇങ്ങനെ പയ്യെ കറക്കി വിട്ട് മുന്നോട്ട് കറക്കി വിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഉചിതം. അത് ഞാനിതിപ്പോൾ ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് വണ്ടി ഒന്ന് കഴുകണം. കഴുകിയിട്ട് നമുക്ക് ലൂബ് ചെയ്യാം. ഇവിടെ വണ്ടി നല്ലപോലെ വാഷ് ചെയ്ത് എല്ലാ കീലുമൊക്കെ കളഞ്ഞ് ഒരുവിധം നല്ല രീതിയിൽ ഈ ചെയിന് നമ്മൾ വൃത്തിയാക്കി. എന്നിട്ട് ചെയിനിലുള്ള ഈർപ്പമൊക്കെ കളയാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഒന്ന് കഴുകി വച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഈർപ്പമൊക്കെ പോയി. എന്നിട്ട് ബാക്കിയുള്ള ഈർപ്പം കളയാനായിട്ട് ഞാൻ ഒരു നല്ല ഉണങ്ങിയ ഒരു തുണിയെ കൊണ്ട് ചെയിന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ വച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളടുത്ത് ലൂബ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് ലൂബിന് നേരത്തെ ഞാൻ ആദ്യകാലങ്ങളിൽ വണ്ടി മേടിച്ച ആദ്യകാലങ്ങളിൽ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ചെയിൻ ലൂബുകളാണ്, സ്പ്രേ മാതിരിയിട്ടുള്ള ടൈപ്പിലുള്ള സാധനമായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ കാലങ്ങളിൽ കുറച്ച് ദിവസം ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഫോർവേഡ് ചെയ്ത അവർ ലൂബിങ്ങിൻ്റെ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗിയർ ഓയിലുകൾ, നമ്മൾ ഇപ്പം സ്കൂട്ടി പോലുള്ള വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഗിയർ ഓയിലുകൾ ഉണ്ട്. ആ ഗിയർ ഓയിൽ നമ്മൾ ലൂബിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെയിനിൽ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. മാത്രമല്ല അതിൽ മണ്ണും പൊടിയൊക്കെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് കുറവായിരിക്കും എന്നാണ്. അപ്പോൾ ഈ മണ്ണും ചെളിയും കൂടുതൽ ഈ ചെയിനിൽ വരുന്നത് ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുന്നത് ചെയിനിൻ്റെ ലൈഫിനെ ബാധിക്കും എന്നാണ് ആ ആർട്ടിക്കിളിൽ ഞാൻ മനസ്സിലാക്കിയത്. എനിവേ ഞാൻ അതിനുശേഷം അത് വായിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നെറ്റിൽ
നോക്കി. അപ്പോൾ വേൾഡ് ഓവർ ആ ഒരു പലരും അത്തരത്തിൽ ഉള്ള ഒരു അഭിപ്രായമാണ്. ചെയിന് ലൂബിങ്ങിന് ഇൻസ്റ്റൻറ്റ് ചെയിൻ ലൂബുകളേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള ഗിയർ ഓയിലുകൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ ചെയിനിൻ്റെ സെറ്റിന് നല്ല ലൈഫ് കൊടുക്കും എന്നാണ് വരുന്നത്. അതിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചെയിൻ ലൂബ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കീലും പൊടിയും കുറച്ച് കൂടുതലായിരുന്നു. എന്നാൽ ഈ ഗിയർ ഓയിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ഗിയർ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇത് ഈ ഗിയർ ഓയിൽ നല്ലതാണെന്ന് എനിക്ക് ലൂബിങ്ങിന് നല്ലതാണെങ്കിൽ ലൂബിങ്ങിനും ഗിയർ ഓയിൽ നല്ലതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ലൂബിങ് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മൾ നേരത്തെ അയച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ പാർട്ടുകൾ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. ഈ പാർട്ടുകൾ ഇവിടുത്തെ ബാക്കിലും കൂടെയുള്ള ഈ പ്രൊട്ടക്ഷനും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ നിന്ന് ഊരിയിട്ടുണ്ടായിരുന്ന ചെയിനിൻ്റെ പ്രൊട്ടക്ഷൻ പാർട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. ഓരോ വണ്ടിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെയിനിൻ്റെ പ്രൊട്ടക്ഷൻ പാർട്ട് ഊരിയെടുക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും ഓരോ രീതിയിലായിരിക്കും. ഇത് FCSൻ്റെ യമഹയുടെ FCS വെർഷൻ 2 ആണ് നമ്മളിതിപ്പം ചെയ്തത്. മറ്റുള്ള വണ്ടികളിലും ഇതേപോലെ ലളിതമായ രീതി തന്നെയായിരിക്കും. ചെയിൻ ക്ലീനിങ്ങിൻ്റെയും ചെയിൻ ലൂബിങ്ങിൻ്റെയും വിഷയത്തിൽ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, സേഫ്റ്റി ഫസ്റ്റ്. ആ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അത് ചെയ്തുകൊണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ക്ലീനിങ്ങിന് നമ്മൾ ഇറങ്ങാവൂ. കയ്യിലൊക്കെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വിരലിലൊക്കെ ചതവൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു പ്രിക്കോഷൻസ്, ആ സേഫ്റ്റി മെഷേഴ്സ് എടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യാവൂ എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.